മൈ ഡിയേഴ്സ്, ഹായ്, വെൽക്കം ടു ക്ലോൺ കപ്പിൾ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തത് ഒരു ക്രിസ്മസ് വ്ലോഗ് ആണ്. ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ ലുലു മാളിലാണുള്ളത്, ട്രിവാൻഡ്രം. ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മൾ പ്രധാനമായിട്ട് കണ്ണനുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എല്ലാ സെലിബ്രേഷൻസും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആണല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കണ്ണന് വേണ്ടിയിട്ടാണ് നമ്മൾ പുൽക്കോടും ട്രീയും എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനായിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പൊ ഒന്ന് കണ്ടുനോക്കാം, ലുലുവിലെ കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് കണ്ടുനോക്കാം. ഓക്കെ, നമുക്ക് പോവാം. ഇവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വൈനിൻ്റെ ഒരു ഭയങ്കരമായ കളക്ഷനാണ് നമ്മൾ കാണുന്നത്. സാധാരണ ഏട്രിയത്തിൽ അവരൊരു ബിഗ് ട്രീയും അതിൽ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്യാറുണ്ടായിരുന്നു. അത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ ഇത്തവണ അത് കണ്ടില്ല, അതിനുള്ള ടൈം ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ ക്രിസ്മസ് സാൻഡയുടെ അടുത്ത് വന്ന് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുകയും കൈപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ണനെ കൊണ്ടുവരേണ്ടതായിരുന്നു, പക്ഷേ പിന്നെ ദിവസം കൊണ്ടുവരാം. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവൻ സ്കൂളിൽ പോയേക്കുവാണ്. ഇവിടെ ഞാൻ കൂടുതലും കണ്ടത് ബോൾസിൻ്റെ ഒരു വലിയ കളക്ഷനായിരുന്നു. പല കളറിലും പല ഷേപ്പിലും പല വെറൈറ്റീസിലുള്ള ഒത്തിരി ബോൾസിൻ്റെ ഓർണമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ വേറെ ടൈപ്പ് ഓർണമെൻറ്റ്സ് ഒന്നും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കേക്കിൻ്റെയും വൈനിൻ്റെയും വൻ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പല വെറൈറ്റി ട്രീസ് ഉണ്ട്. ട്രീസിൽ തന്നെ ഇടുന്ന ഒത്തിരി ഷേപ്സിലും കളേഴ്സിലും ഒക്കെ ഉള്ള ലൈറ്റ്സ് ഇവിടെ ഉണ്ട്. അതിനെല്ലാം തന്നെ ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, വേറെ ടൈപ്പ് ഓർണമെൻറ്റ്സ് ഒന്നും ഇവിടെ ഞാൻ കണ്ടില്ല. ഫുൾ ബോൾ പല സൈസ്, വലുതും ചെറുതും ഒക്കെ ആയിട്ട് അത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഈ മുഖംമൂടിയൊക്കെ കഴിഞ്ഞ വർഷത്തെ അതാണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ 1-2 ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ട്രീയിൽ കാണുന്ന റെഡ് ഒരു ചെറി പോലത്തെ ഒരു ഐറ്റം ഇല്ലേ, അതിൻ്റെ സാധനം ഞാൻ അവിടെ മൊത്തം തപ്പി, പക്ഷെ ഞാൻ കണ്ടില്ല. അതേപോലെ തന്നെ ആ ഒരു ഫ്ലവേഴ്സും അങ്ങനെ അതിൻ്റെ ഒന്നും കളക്ഷൻ കാണുന്നില്ല. പക്ഷെ പുൽക്കൂടിൻ്റെയും അതിൻ്റെ അകത്ത് വെക്കുന്ന രൂപങ്ങളുടെയൊക്കെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പക്ഷെ ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഒരു കഴുത്തൊന്നും ഇല്ലാത്ത രൂപങ്ങളാണ്. അത് പണ്ട് വാങ്ങിച്ചതാണ്. ഇപ്പോൾ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. എല്ലാം റീസ്റ്റോക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്യണം. പിന്നെ ഈ ബോൾസ് മാത്രം ഇടുന്നവർക്കൊരു വൻ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ചെറുതും വലുതും മീഡിയം സൈസും ഏറ്റവും വലുതും ഒക്കെ ആയിട്ടുള്ള ട്രീസും ഇവിടെ ഉണ്ട്. അതിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ല നല്ല പല കളേഴ്സിലുള്ള ലൈറ്റ്സും ഇവിടെ കാണുന്നുണ്ട്. ഷേപ്പുണ്ട്, സ്റ്റാറിൻ്റെ ഷേപ്പുണ്ട്, ഫ്ലവറിൻ്റെ ഷേപ്പുണ്ട്, സ്നോയിൻ്റെ ഷേപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ ഉള്ളത് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലൈറ്റ്സ് ആണ്, ലാൻറ്റേൺ പോലെ തൂക്കിയിടാൻ പറ്റുന്ന ഐറ്റംസ് ആണ്, LED ഉള്ള. അതെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി ഓപ്ഷനുണ്ട്, ഒത്തിരി നല്ല കളക്ഷനും ഉണ്ട്. പിന്നെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഒരു ഓവറോൾ എല്ലാം കൊള്ളാം. പിന്നെ ക്യാൻഡിൽസിൻ്റെ തന്നെ ഇത് LED ക്യാൻഡിലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു നല്ല കളക്ഷനുണ്ട്. ഞാൻ അത് 1-2 വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ ഇതൊക്കെ വാൾ ഡെക്കറേഷനിൽ വെക്കുന്ന ഐറ്റംസാണ്. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് നല്ല ജലദോഷം പിടിച്ച് ഞാനൊരു വഴിയായിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ശ്രമിച്ചു സൗണ്ട് മാറിയിട്ട് വോയിസ് ഓവർ ചെയ്യാമെന്ന്, പക്ഷെ പറ്റിയില്ല. എൻ്റെ സൗണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. കണ്ടിട്ട് കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നിയ ഐറ്റംസൊക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് സോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇതൊരു ഉച്ച സമയമാണ് കേട്ടോ. എന്നിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ പർച്ചേസിനായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്ലം കേക്കിൻ്റെ ഒക്കെ ഓഫറാണ് അവർ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. കേക്ക് എനിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ആർക്കും പ്ലം കേക്ക് ഇഷ്ടമല്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർ ക്രീം കേക്കിനോടാണ് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലം കേക്ക് വാങ്ങിച്ചിട്ടില്ല. പിന്നെ വൈനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ വീട്ടിൽ ഇടാറാ പതിവ്. ഞാനിടുന്ന വൈനിന് അത്യാവശ്യം നല്ല പേരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും ഞങ്ങളിവിടെയും ചേച്ചിയും എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 5-6 ലിറ്ററൊക്കെ ഞങ്ങൾ ഇടാറുണ്ട്. അത് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റൈൽ പ്ലസിലേക്ക് പോയാലോ എന്നുള്ളൊരു പരിപാടിയാണ്. സ്റ്റൈൽ പ്ലസ് പണ്ടും ക്രിസ്മസ് ഡെക്കറേഷന് പേര് കേട്ടൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് നേരെ ഇറങ്ങി.
മൈ ഗോഡ്, നമ്മൾ സ്റ്റൈൽ പ്ലസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഉള്ള കാഴ്ച ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. നമ്മൾ ഏതാണ്ട് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ്. ഫ്രണ്ടിൽ തന്നെ സാൻഡയുടെ ഒരു വൻ കളക്ഷൻ ഉണ്ട്. വൻ കളക്ഷൻ എന്ന് വെച്ചാൽ വൻ കളക്ഷൻ. നമുക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും തന്നെ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇതൊക്കെ ആരാണോ എന്തോ വാങ്ങി വീട്ടിൽ വെക്കാനായിരിക്കത്തില്ല അല്ലേ, ഷോപ്സിലൊക്കെ വെക്കാനായിരിക്കും. ഇതാണ് നമ്മുടെ ഒറിജിനൽ വൈറ്റ് സാൻഡയുടെ കളറ് വൈറ്റ് ആണ്. വൈറ്റ് ഡ്രസ്സിലാണ് പുള്ളിക്കാരൻ വരുന്നത്. കൊക്കക്കോള കമ്പനിയാണ് റെഡ് സാൻഡയെ കൊണ്ടുവന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും റെഡ് സാൻഡ അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരൻ വൈറ്റ് ഡ്രസ്സാണ്. നല്ല ഏജ്ഡ് ആയിട്ടുള്ള, ഇതിൽ കണ്ട രൂപമില്ലേ, അതാണ് കറക്റ്റ് സാന്റാക്ലോസിൻ്റെ ഒറിജിനൽ രൂപം. ഇതിനകത്ത് കയറിയിട്ട് എൻ്റെ ദൈവമേ, ഞാനല്ല മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ കയറിയ ഒരവസ്ഥയായിരുന്നു. എൻ്റെ പൊന്നെ, രക്ഷയില്ലാത്ത കളക്ഷനാട്ടോ. ഏതെടുക്കണം എന്തെടുക്കണം. ബോൾസ് എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ലുലുവിൽ ഞാൻ ബോൾസ് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ കാണാത്തതായിട്ടൊന്നുമില്ല. ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഉണ്ടോ അതിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സും ഇവിടെ ഉണ്ട്. നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത നോക്കി നിൽക്കുന്ന അത്രയും കളക്ഷൻ, അത്രയും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാനറിയത്തില്ല, അത്രയും നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി അതിലേക്കൂടെയൊക്കെ ഓടുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ബോക്സ് തന്നിട്ട് പുള്ളിക്കാരി, അവിടുത്തെ സെയിൽസ് ഗേൾ പറഞ്ഞു ഇഷ്ടമുള്ള എല്ലാം ചൂസ് ചെയ്യുന്നുള്ള. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള, ഞാൻ എല്ലാം വാരി വലിച്ചിടുന്നുണ്ട്. ഞാൻ അതിൽ ലാസ്റ്റ് പുള്ളിയെടുത്ത് പറഞ്ഞു നമുക്ക് അവസാനം സോർട്ട് ചെയ്യാം എന്ത് വേണമെന്നുള്ള. കാര്യം എനിക്ക് ഞാൻ പ്രാന്ത് പിടിച്ച് എല്ലാം വാരി വലിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ ഒന്നും അറിയത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോഴാ പുള്ളിക്കാരി പറഞ്ഞത് ഇത് ഒരു സെക്ഷൻ മാത്രമാണ്, ഇനി ഇതേപോലത്തെ 2 സെക്ഷൻ 2 ഫ്ലോറിലായിട്ട് വേറെ ഉണ്ടെന്ന്. എൻ്റെ അമ്മേ, അപ്പോൾ എന്തായിരിക്കും അല്ലേ. പണ്ടും സ്റ്റൈൽ പ്ലസ് ക്രിസ്മസ് ഡെക്കറേഷന് പേര് കേട്ടതാണ്. പക്ഷേ ഇത്രയും വിപുലീകരിച്ചൊരു കളക്ഷൻ ഞാനിപ്പോൾ കാണുക കേട്ടോ, ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഐറ്റംസ് എല്ലാം കിട്ടുന്നത്. പക്ഷേ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത്ര അഫോർഡബിൾ അല്ല. പ്രൈസ് ഉണ്ട്, അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. നല്ല കളക്ഷനുണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വാങ്ങണ്ടെങ്കിൽ കൂടി ഒന്ന് വന്ന് കുട്ടികളെയൊക്കെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കണ്ണനെയും കൊണ്ടൊരു ദിവസം വരും ഇങ്ങോട്ട്. കാര്യം ഇതൊക്കെ കാണുന്ന തന്നെ ഒരു സന്തോഷമല്ലേ, നല്ല രസമുണ്ട്. പല ടൈപ്പ്, പല വെറൈറ്റി ഐറ്റംസ് കാണാനായിട്ട് നമുക്ക് ഉള്ളിലൊരു പ്ലഷർ കിട്ടും. അത് നല്ലതല്ലേ. ഡിസംബർ എന്ന് പറയുന്നത് മന്ത് ഓഫ് പ്ലഷർ എന്നല്ലേ, മന്ത് ഓഫ് ജോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവർക്കും കിട്ടട്ടെ, നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനതെല്ലാം കാണിക്കുന്ന കേട്ടോ. അപ്പോൾ നിങ്ങളിവിടുത്തെ കളക്ഷനൊക്കെ കാണും, ഞാൻ അവിടെ പോയി വേറെ എന്തെങ്കിലും ഉണ്ടോ തപ്പട്ടെ. ആ സെക്ഷനിൽ ഓർണമെൻറ്റ്സ് എല്ലാം കണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് സാൻഡയുടെ കുറേ ക്ലോത്ത്സും ട്രീസും പിന്നെ വാൾ ഡെക്കറേഷനുള്ള ഐറ്റംസും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു നല്ലൊരു കളക്ഷൻ ഈ ഒരു ഏരിയയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാണാനും ഒരു ക്രിസ്മസ് വൈബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് കണ്ടു നോക്കൂ. ഇത് വേറൊരു സെക്ഷനാണ്.
പിന്നെ പുൽക്കൂടിൻ്റെ തന്നെ കുറേ വെറൈറ്റി പല സൈസിലുള്ളതുണ്ട്. ഉണ്ണിയേശുവിൻ്റെ തന്നെ പല പല രൂപങ്ങളുണ്ട്. ഉണ്ണിയേശുവിനെ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റംസ് ഉണ്ട്. അത് പല സൈസിലും പല കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ഫേമസ് പന്തൽ കേക്ക്, മട്ടാഞ്ചേരി പ്ലം കേക്ക്. അതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് അബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇവർ കുറച്ച് ഗെയിംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് വൗച്ചേഴ്സും ഗിഫ്റ്റ്സും എല്ലാം സ്വന്തമാക്കാം. ഇത് അടുത്ത ഫ്ലോറാണ്. ഇവിടെ നമുക്ക് ഈ ഓഫീസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ തൂക്കാൻ പറ്റുന്ന ബാനേഴ്സ്, പിന്നെ സ്റ്റാറിൻ്റെ ഒരു വലിയ കളക്ഷൻ, അതൊക്കെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ലാൻഡേൺസും പിന്നെ ക്യാൻഡിൽസും ഉണ്ട്, സെൻറ്റഡ് ക്യാൻഡിൽസ്. പിന്നെ ഉള്ളതെല്ലാം നമ്മുടെ ജീസസിൻ്റെ കുറേ പ്രതിമകളും അങ്ങനത്തെ ഷോ പീസുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഷോക്കേസിൽ വെക്കാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ല വെറൈറ്റി കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ബൈബിളിൻ്റെ തന്നെ പല സൈസിലുള്ള ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ കണ്ണന് 2 ക്യൂട്ട് പെൻസിലൂടെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. ഞങ്ങളെടുത്തെല്ലാം സോർട്ട് ചെയ്ത് ബില്ല് ചെയ്ത് ഞങ്ങൾ അവിടെ വിട്ടു. അമ്മേ, നമ്മൾ എന്തൊക്കെയാണ് യേശു ആൻഡ് ടീം ഇതിനകത്തുണ്ട്. കഴിഞ്ഞ വർഷം പാക്ക് ചെയ്തെടുത്തതാണ്. ട്രീയും കൂടെ ഉള്ള ഓക്കെ, പിന്നെ ഇറങ്ങാണ്. അപ്പൊ ഇതാണ് കണ്ണാ നമ്മുടെ എന്താണ് ക്രിസ്മസ് ട്രീ. സ്മോൾ ക്രിസ്മസ് ട്രീ ആണല്ലേ കണ്ണ? നമ്മ ട്രീ ഇത്ര ഉള്ള ആണോ കണ്ണ? ഇതൊക്കെയാണോ? അയ്യോ, നമുക്കേ ക്രിസ്മസ് ട്രീ ഇത്രയും ചെറുതാണെന്നുള്ളതാലും ഞാൻ ഓർമ്മിച്ചില്ല. നമ്മൾ കുറെ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു. ട്രീ ചെറുതായി പോയല്ലോ കണ്ണ. ഞാൻ വിചാരിച്ച ട്രീ വലുതായിരിക്കും. പക്ഷെ നമ്മൾ വലിയ ട്രീ ഇവിടെ വെച്ചിരുന്നല്ലോ. ഞാൻ അതിന്റെ ഒരു കണക്കിലാണ് ഇത്രയും ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചത്. അപ്പൊ ഓർണമെന്റ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തൂക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണന്റെ പുറത്ത് തൂക്കിയിട്ട് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഇതില്ലെന്ന് പറഞ്ഞ് ഇതേപോലത്തെ വേറെ സാധനം ഇതെല്ലാം ഇനി തിരിച്ചെടുത്ത് വെക്കുന്നതാണ് ഒരു ചടങ്ങല്ലേ. യേശു ആൻഡ് ടീംസ്. സ്കെയിലിംഗ് എല്ലാം തെറ്റിപ്പോയി ഗൈസ്. മതിയായിരുന്നു. ഇത്ര സാധനം തന്നെ മതിയായിരുന്നു ഈ ട്രീലിടാൻ.
കുറെ ഇതുപോലെ നൈക്കയുടെ സാധനങ്ങളൊന്നും ബാക്കിയുണ്ടോ? ഉണ്ടാവും ഉണ്ടായി. ഉണ്ടാവും, നോക്കട്ടെ. അപ്പൊ കൊള്ളായിരുന്നു. അപ്പൊ ഓക്കെ, നമുക്ക് പുതിയ ഐറ്റംസ് ഇത്രയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. യെസ്, ഇതെല്ലാം നമ്മുടെ ഓൾഡ് സ്റ്റോക്കാണ്. പുതിയ സ്റ്റോക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഹലോ മൈ ഡിയേഴ്സ്, നമുക്ക് എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഷോപ്പിംഗ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ക്രിസ്മസ് ഷോപ്പിംഗ് ആണ് നമ്മൾ. ക്രിസ്മസ് ഷോപ്പ് ചെയ്ത സാധനങ്ങൾ അല്ലേ? ക്രിസ്മസ് ഷോപ്പ് ചെയ്ത സാധനങ്ങളാണ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ കുറച്ചു നേരം കഴിഞ്ഞാൽ പുതുക്കൂടുണ്ടാക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. കണ്ണറിയോ എന്തൊക്കെ ഉണ്ടെന്ന്? എന്തൊക്കെ ഉണ്ട്? നീ കണ്ടല്ലേ. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ആണല്ലേ മൊത്തം. സ്നോമാനെ ഇഷ്ടമാണോ? സ്നോമാനെ ഇഷ്ടമല്ല. ഞാൻ ഇന്നലെ പാട്ടിട്ട് കൊടുത്തപ്പോഴേക്ക് അത് കണ്ട് പേടിച്ച് ഇന്നലെ രാത്രി ഉറങ്ങിയത്. ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടായിരുന്നോ സ്നോമാനെ? ഇഷ്ടപ്പെട്ടില്ല. ബിഗ് സ്നോമാനെ പിഗിനെ പോലത്തെ സ്നോമാനാണ്. പിഗിനെ പോലത്തെ. അപ്പൊ പെപ്പ പിഗിനെ ഇഷ്ടാണല്ലോ. പെപ്പ പിഗിനെ പോലത്തെ സ്നോമാൻ ഇഷ്ടമല്ല. എനിക്ക് മുട്ട അടിച്ച സ്നോമാൻ ഇഷ്ടമാണ്. മുട്ട അടിച്ച സ്നോമാൻ ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് മുട്ടയാണോ അല്ലേ കേട്ടാ. ഇത് എന്താണെന്നറിയോ? ഇറേസർ. ഇതിങ്ങനെ ക്യൂട്ടായിട്ട് കണ്ട കുറച്ച് ഇറേസർ ആണ്. കണ്ണന് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചതാണ്. ഇഷ്ടപ്പെട്ടാ? പിടിച്ചോ. ഇനി പെൻസിൽ ആരൊക്കെയാ പെൻസിൽ ഇരിക്കുന്നേ? അത് തന്നെ. ഇതിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ ക്രിസ്മസ് സാന്റ ആണിത്. ക്രിസ്മസ് തീമിലുള്ള ഒരു പെൻസിലാണ്. കണ്ണൻ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചതാണ്. ഇനി ആരാണ് കണ്ണാ? ഇഷ്ടപ്പെട്ടോ? ഇതെന്താ കണ്ണാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ട്രീ വലുതാണെന്ന് വെച്ചിട്ട് ഇത്രയും വലിയ ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചത്. സ്കെയിലെല്ലാം ആകെ മാറിപ്പോയി. എല്ലാം വലിയ വലിയ സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. നെക്സ്റ്റ് എന്താണ്? സ്റ്റാർ. കാണിക്കൂ. അങ്ങനെ എല്ലാം വലുതായി പോയി. ഇത് ബെൽസ്. Jingle bells, jingle bells, jingle on the way. All are belly with yoga, Papa Granty here. Boy, jingle bells, jingle, jingle on the way. ഇനി എന്താണ്? ഇതെന്താണെന്നറിയോ കണ്ണാ? ഇത് കണ്ണന്റെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മേടിച്ചാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ പറഞ്ഞായിരുന്നു സ്കൂളിൽ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തുവിടാൻ. ഓർമ്മയുണ്ടാ? യമുന ടീച്ചർ പറഞ്ഞാ നമുക്കത് കൊണ്ടുപോവാമേ. ഇഷ്ടപ്പെട്ടാ? അടുത്ത എടുക്കല്ലേ? ഇല്ല, എടുക്കത്തില്ല. ഇത് ഞാൻ ഓഫീസിൽ വെക്കാൻ മേടിച്ചതാ. വീട്ടിൽ വന്നോ? നമുക്ക് കൊണ്ടുപോവാം. കണ്ണാ ഇതെന്താ? ഇത് എത്ര നാള് സ്റ്റേ ചെയ്യുന്നൊന്നും അറിയത്തില്ല. അങ്ങനെയാണോ? ബെൽസ്. ഇത് ബെൽസ് ആക്ച്വലി ഞാൻ നമ്മുടെ ഇവിടെ റൂമിനകം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെൽസ് വാങ്ങിച്ചത്. ഇതിനകത്തൊരു ചെറിയ ക്രിസ്മസ് തീം കൊണ്ടുവന്നാലോ എന്ന് വിചാരിക്കാൻ. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിച്ചില്ലേ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ അല്ലേ?
ഇതൊക്കെ പിൻ ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. എനിക്കറിയത്തില്ല, എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അതെല്ലാം മേടിച്ചു. അതെ, ഇത് ട്രീ ടോപ്പർ ആണ്. സ്റ്റാർ, റിബൺസ്, ഇതെല്ലാം കാണിക്കേ. ഇത് ഞാൻ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ മേടിച്ച സാധനമാണ്. മിക്കവാറും പുതിയ ട്രീ വാങ്ങേണ്ടി വരും. കാര്യം എല്ലാം വലിയ വലിയ സൈസിലെ സാധനങ്ങളാണ്. അങ്ങനെ അല്ലെങ്കിൽ വലിയ പുൽക്കൂട് ഉണ്ടാക്കിയാലും മതി. കഴിഞ്ഞ തവണ പുൽക്കൂട് ഉണ്ടാക്കിയപ്പോഴേ നമ്മൾ വിചാരിച്ചതാണ് നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബിഗ് ആയിട്ടൊരെണ്ണം സെറ്റ് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ തവണ ഇച്ചിരി തട്ടിക്കൂട്ടായിപ്പോയി. മാത്രമല്ല ക്ലൈമറ്റ് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കാറ്റായിരുന്ന കാരണം അതിങ്ങനെ ഇടയ്ക്ക് പൊളിഞ്ഞു വീണുകൊണ്ടിരുന്നു. അപ്പം ഡെയിലി രാത്രി പോയി ഇതെല്ലാം വീണ്ടും വീണ്ടും റീ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പണി. പിന്നെ പകൽ ഇവൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവൻ പോയി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കും. ചിലപ്പോൾ ഉണ്ണിയേശുവിന്റെ സ്ഥാനത്ത് കുതിരയൊക്കെ കയറി ഇരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ എന്തായാലും കുറച്ചുകൂടെ ഡ്യൂറബിളും ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കണം എന്നാണ് പ്ലാൻ. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതുവരെ നമ്മുടെ കഴിഞ്ഞ പുൽക്കൂടിന്റെ ചെറിയ വിഷ്വൽസ് നിങ്ങൾ കണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഉറപ്പായിട്ട് കാണണം. നമ്മുടെ ക്രിസ്മസ് വൈബ്സിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇനി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം. Click ചെയ്യണം. Bye. Thank you so much. Thank you so much.